നിങ്ങൾ സാറോട് ചോദിക്കുക സാറിൻ്റെ അവസ്ഥ എന്താണ്, സാറിന് എന്തായാലും ബാറ്റർ തോന്നുന്നു, സാർ ഉള്ളത് പറയും. നേരത്തെ എനിക്ക് പറഞ്ഞ ഇച്ചിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ സ്റ്റിഫാകും. പിന്നെ ഈ നൈറ്റാണ്ട് കിടക്കാൻ ഒക്കത്തില്ല. കൈയുടെ പെയിൻ, ഞാൻ ഒരു കൈ ഈ ബോഡി ഫുൾ കൈയിനകത്ത് വെച്ചിട്ട് താഴെ വെച്ചായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ചേർന്ന് കിടക്കുമ്പോഴേ അങ്ങനെ കിടക്കത്തുള്ളൂ, എനിക്ക് ഈ പെയിൻ കാണുന്നു. പിന്നെ കുറെ ബാമൊക്കെ തേച്ചിട്ട് രാത്രി കിടക്കാൻ നോക്കും. രണ്ടാമത് രണ്ട് സൈഡ് തിരിയുമ്പോഴത്തേക്കും ഇപ്പോഴും പെയിൻ ആയിരുന്നു. ഇപ്പം പിന്നെ ഫസ്റ്റ് സിറ്റിങ്ങിൽ വന്നു, അത് കഴിഞ്ഞ് ഈ കൈയുടെ പെയിൻ പിന്നെ വന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കുറെ പോസ്റ്റേഴ്സ് പറഞ്ഞു, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഹെഡ് ഞാൻ ഇപ്പോൾ സാർ പറഞ്ഞു ഈ ചിന്നി ഇവിടെ ടച്ച് ആകരുത്, കുനിയരുത്. 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹെഡിൻ്റെ അല്ലെങ്കിൽ ഈ സൈഡും പെയിൻ വരുമായിരുന്നു, അതൊന്നും വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു വലിവുണ്ട്, ആ വലിവിനകത്തുള്ള ചെറുതായിട്ടുള്ള ഒരു പെയിൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഏറ്റവും മെയിൻ സാറിൻ്റെ ഞാൻ തന്നെ സാറിന് നന്ദി പറയാണ്. കാരണം ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ രോഗി ചെയ്ത് ഒരു ഡോക്ടറെ സഹായിച്ച് തന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടും. നമ്മൾ പറയുന്ന പോലെ കുറേ ആൾക്കാർ വളരെ ജെന്യൂൻ ആയിട്ട് ചെയ്യണം. ഹി ഡിഡ് വെരി ജെന്വൻലി ദ എക്സസൈസ് ആൻഡ് അർഗോണോമിക്സ്, ഹി ഡിഡ് വെരി ജെന്വൻലി. ദാറ്റ് ഇസ് ദ റീസൺ വൈ റിസൾട്ട്. പുള്ളി അതുപോലെ ചെയ്ത് നമ്മളെ സഹായിക്കത്തില്ലെങ്കിൽ റിസൾട്ട് ഡോക്ടറിന് വാരി കൊടുക്കാൻ പറ്റില്ല. സോ എസ്പെഷ്യലി ഇത് ഒരു നല്ലൊരു പോയിന്റാണ്, എല്ലാവർക്കും അറിയാനുള്ളത്. എക്സസൈസിൻ്റെ വില നമ്മുടെ ബോഡിക്കകത്ത് നമ്മൾ എങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെ മൂവ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത്, അതനുസരിച്ചാണ് നമ്മുടെ ബോഡി നമ്മുടെ റിസൾട്ട് തരുന്നത്. സോ പ്ലീസ് നമുക്ക് വേണ്ടി സാർ വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം സൗഖ്യം തരട്ടെ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.